എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. വനവാസം ചെയ്യുന്ന പാണ്ഡവന്മാരിൽ മധ്യമനായ അർജുനൻ വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ച് ഹിമാലയവും ഗന്ധമാദനവും ഇന്ദ്രകീല പർവ്വതമൊക്കെ താണ്ടി ആ ഇന്ദ്രകീല സമീപത്ത് വെച്ച് ഘോരമായിട്ട് രുദ്രനെ തപസ് ചെയ്ത് ആ രുദ്രഭഗവാൻ ശിവഭഗവാൻ കിരാതവേഷത്തിൽ അദ്ദേഹത്തിന് ദർശനം നൽകുകയും അവർ തമ്മിലൊരു യുദ്ധം നടക്കുകയും അർജുനൻ്റെ ശക്തിയും പൗരുഷവും പരീക്ഷിക്കുകയും ഭക്തിയും പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപതാസ്ത്രം എന്ന ദിവ്യമായ അസ്ത്രം ശിവന് കൊടുക്കുകയാണ്. ദദാമി തേ അസ്ത്രം ദയിതം അഹം പാശുപതം വിഭോ സമർത്ഥോ ധാരണേ മോക്ഷേ സംഹാരേ ചാസി പാണ്ഡവ. എൻ്റെ ഏറ്റവും ദയിതമായിട്ടുള്ള ഈ അസ്ത്രം ഞാനിതാ നിനക്ക് നൽകുന്നു. അത് നിനക്ക് ധരിക്കാനും അത് വേണ്ട വിധത്തിൽ അത് പ്രയോഗിക്കാനും അതിനെ തിരിച്ചെടുക്കാനുമുള്ള വിദ്യയും ഞാൻ നിനക്ക് നൽകുന്നു. ഈ അസ്ത്രം പാശുപതാസ്ത്രം, ഇതിന് ബ്രഹ്മശിരോസ്ത്രം എന്നും പേരുണ്ട്. ബ്രഹ്മാസ്ത്രം, ബ്രഹ്മശിരോസ്ത്രം, പാശുപതാസ്ത്രം, നാരായണാസ്ത്രം, ഈ 4 അസ്ത്രങ്ങൾക്ക് പ്രതിവിധിയില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ പാശുപതാസ്ത്രം മഹേന്ദ്രൻ, വരുണൻ, യമൻ, യക്ഷരാജാവ്, വായു മുതലായ ദേവന്മാർക്ക് പോലും നേടാൻ സാധിക്കാത്തതാണ്, അപ്രാപ്യമാണ്. മനുഷ്യർക്ക് പിന്നെ പറയാനുമില്ല. അതുകൊണ്ട് ഈ അസ്ത്രം കൊണ്ട് നിനക്ക് ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. ഈ അസ്ത്രത്തിന് അവധ്യരായിട്ട് ആരുമില്ല, ഇതുകൊണ്ട് കൊല്ലാൻ പറ്റാത്തവരായിട്ട് ആരുമില്ല. അങ്ങനെയുള്ള അസ്ത്രമാണ് ഞാൻ നിനക്ക് നൽകുന്നത്. പക്ഷേ അത് ശക്തരായ ശത്രുക്കളിൽ മാത്രമേ പ്രയോഗിക്കാവൂ. ദുർബലന്മാർ അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക്, ലോകത്തിന് നാശമുണ്ടാക്കും. അത് നീ അറിഞ്ഞ് പെരുമാറേണ്ടതാണ്. ഈ രീതിയിലുള്ള ബ്രഹ്മാസ്ത്രാദികളും നാരായണാസ്ത്രവും അതുപോലെ പാശുപതാസ്ത്രം പോലെയുള്ള അസ്ത്രങ്ങൾ അങ്ങനെ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അർജുനനാകട്ടെ നമുക്കറിയാം, 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരിക്കൽ പോലും ഈ പാശുപതാസ്ത്രം പ്രയോഗിച്ചില്ല എന്നതാണ് അർജുനൻ്റെ മഹത്വം. അർജുനൻ ആദ്യത്തെ ദിവസം തന്നെ പാശുപതാസ്ത്രം പ്രയോഗിച്ചിരുന്നെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം നീളുമായിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ധാർത്തരാഷ്ട്ര സൈന്യം ചാമ്പലായി പോകുമായിരുന്നു. ഭീഷ്മരും ദ്രോണരും കൃപരും ആരും ബാക്കിയാവില്ലായിരുന്നു. അതാണ് ഇവിടെ രുദ്രൻ പറഞ്ഞത്, ദേവന്മാർക്ക് പോലും അപ്രാപ്യമായതാണ് ഈ അസ്ത്രം. പക്ഷേ അർജുനൻ പ്രയോഗിച്ചില്ല. അർജുനൻ സാധാരണ അമ്പുകളെ കൊണ്ട്, പ്രത്യേകിച്ച് ഭീഷ്മരോടും ദ്രോണരോടും അദ്ദേഹം മൃദുയുദ്ധമാണ് ചെയ്തത്. തൻ്റെ ഗുരുക്കന്മാരാണ്, വേദനിക്കരുത് എന്ന് ചിന്തിച്ചാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. അതുകൊണ്ടാണ് അർജുനന് പലപ്പോഴും ഈ യുദ്ധം ജയിക്കാൻ പ്രയാസമുണ്ടായത്. ശത്രുക്കൾ ചതിപ്രയോഗം ചെയ്യുമ്പോഴും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോഴും പോലും അർജുനൻ വളരെ മൃദുവായിട്ട് യുദ്ധം ചെയ്തു. അത് ധർമ്മബോധമുള്ള ആളുകൾ, അതുപോലെ ഈ ലോകത്തോട്, ലോകഹിതം ലക്ഷ്യമാക്കി യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് പ്രാണികളോട് ദയയുണ്ടാകും, ഭൂതദയയുണ്ടാകും. അത് അർജുനൻ്റെ മഹത്വമാണ്. കർണനാണ് യുദ്ധവീരനെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ തന്നെ, മഹാഭാരതം വായിക്കാത്ത ആളുകളൊക്കെ തന്നെ അർജുനൻ്റെ പൗരുഷവും അർജുനൻ്റെ ധർമ്മബോധവും അർജുനൻ്റെ ഭൂതദയയും മഹാഭാരതം നോക്കി പഠിക്കേണ്ടതാണ് വാസ്തവത്തിൽ. ഇനി അങ്ങോട്ടും അർജുനൻ്റെ ആ ധൈര്യത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആ ശിവഭഗൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ അർജുനന് വിസ്മയമുണ്ടായി. ഞാൻ മഹാദേവനെ കണ്ടല്ലോ എന്നുള്ള ആഹ്ലാദമുണ്ടായി. ധന്യോസ്മി അനുഗൃഹീതോസ്മി ഇന്മയാ ത്രയംബകോ ഹരഃ പിനാകി വരദോ രൂപി ഹൃഷ്ടസ്പൃഷ്ടശ്ച പാണിന. ആ പിനാകിയായിരിക്കുന്ന മഹാദേവനെ കാണാൻ സാധിച്ചു. അദ്ദേഹം എന്നിൽ സന്തോഷിച്ചു, അദ്ദേഹം എന്നെ സ്പർശിച്ചു, എന്നെ ആലിംഗനം ചെയ്തു. ഇതിൽ പരം ഭാഗ്യം എന്ത് വേണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് 4 പാടും വൈദൂര്യരത്നങ്ങളുടെ പ്രഭ ഉണ്ടായത്. ആ വൈദൂര്യരത്നപ്രഭയിൽ യാദവഗണങ്ങളോടൊപ്പം സാക്ഷാൽ വരുണ ഭഗവാൻ പ്രത്യക്ഷമാകുന്നു, സമുദ്രജീവികളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. നാഗൈർ നദൈർ നദീഭിശ്ച ദൈത്യൈഹി സാധ്യശ്ച ദൈവതൈഹി. അദ്ദേഹത്തിൻ്റെ അനുയായികളോടൊപ്പം ആ വരുണദേവനെ പ്രത്യക്ഷപ്പെട്ട് അർജുനനെ അനുഗ്രഹിക്കുന്നു. പിറകെ കുബേരൻ, യക്ഷന്മാരോടൊപ്പം കുബേരൻ വന്നു. പിതൃക്കളോടൊപ്പം യമരാജാവ് വന്നു. ഐരാവതാരൂഢനായിട്ട് ഇന്ദ്രൻ തന്നെ എഴുന്നള്ളി. യമധർമ്മൻ, യമരാജാവ് അർജുനനെ വിളിച്ചു പറഞ്ഞു, അർജുന, ഇതാ ലോകപാലന്മാരായ ദേവന്മാരൊക്കെ വന്നിരിക്കുന്നു, ഞങ്ങളെ നോക്കൂ നീ. അങ്ങ് മുമ്പ് ഒരു ഋഷിപ്രവരനായിരുന്നു, നരൻ എന്ന ഋഷിയായിരുന്നു നീ. ദേവകാര്യത്തിന് വേണ്ടി അസുരന്മാരുമായി യുദ്ധം ചെയ്ത ആളായിരുന്നു നീ. ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് നീ ഇപ്പോൾ മനുഷ്യവംശത്തിൽ ജനിച്ചിരിക്കുന്നത്. വസുവായിട്ടുള്ള ഭീഷ്മരും നിന്നോടൊപ്പമുണ്ട്. അതോടൊപ്പം നിവാത കവചന്മാർ മുതലായ ദൈത്യന്മാർ, ദാനവന്മാർ, ദുഷ്ടരാജകന്മാരായിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. കർണൻ, സൂര്യപുത്രനായ കർണൻ അവതരിച്ചിട്ടുണ്ട്. ആ കർണനെ കൊല്ലേണ്ടത് നീയാണ്. നിനക്ക് വധ്യനാണ് അവൻ. നീ കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം ജയിക്കും. നിൻ്റെ കീർത്തി, നിനക്ക് അക്ഷയ്യമായ കീർത്തിയും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിനക്ക് എൻ്റെ ദണ്ഡം, യമദണ്ഡം നിനക്ക് അസ്ത്രമായിട്ട് തരുന്നു എന്ന് പറഞ്ഞു.
ദണ്ഡം അപ്രതിവാരണം, ആർക്കും തടുക്കാൻ പറ്റാത്ത യമദണ്ഡം ഇതാ ഞാൻ നിനക്ക് നൽകുന്നു. അതും അർജുനൻ്റെ കയ്യിൽ എത്തിപ്പെടുകയാണ്. അതിൻ്റെ സമന്ത്രം സോപചാരം ച സമോക്ഷ വിനിവർത്തനം, അതിൻ്റെ മന്ത്രവും അതിൻ്റെ ഉപചാരങ്ങളും അത് തിരിച്ചെടുക്കാനുള്ളതും പ്രയോഗിക്കാനുമുള്ള തന്ത്രവും യമൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ വരുണൻ പറഞ്ഞു, പാർത്ഥ നോക്കൂ, ഞാൻ വരുണനാണ്, എൻ്റെ എല്ലാ പാശങ്ങളും വരുണപാശങ്ങളൊക്കെ നിനക്ക് സ്വായത്തമായി തീരട്ടെ എന്ന് പറഞ്ഞ് വരുണപാശങ്ങൾ അദ്ദേഹം കൊടുത്തു. കുബേരൻ, യക്ഷപതിയായ കുബേരൻ അദ്ദേഹത്തിന് കൗബേരാസ്ത്രം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിന് അന്തർധാനം എന്ന പേരുണ്ട്, ഇതുകൊണ്ട് നിനക്ക് അന്തർധാനം ചെയ്യാൻ സാധിക്കും, ശത്രുക്കളെ ഉറക്കിക്കിടത്താൻ സാധിക്കും. ഈ അസ്ത്രം കൊണ്ടാണ് പണ്ട് ത്രിപുരദഹനം ചെയ്ത ആ രുദ്രൻ ത്രിപുരന്മാരെ ഹനിച്ചത്, ഈ അസ്ത്രം കൊണ്ടാണ്. അത് കഴിഞ്ഞ് സാക്ഷാൽ ഇന്ദ്രൻ തന്നെ ഐരാവതാരൂഢനായിട്ട് വന്നു. അല്ല, ഹേ കുന്തിമാത എന്ന് വിളിച്ചു. കുന്തിമാത എന്ന് വെച്ചാൽ കുന്തി യസ്യ മാതാ സ കുന്തിമാത, കുന്തി ആരുടെ അമ്മയാണോ അവനാണ് കുന്തിമാത, കുന്തിമാതൻ. അല്ലയോ കുന്തിപുത്ര, ദേവകാര്യം തു സുമഹത്വയാ കാര്യമരിന്ദമ ആരോഢവ്യസ്ത്വയാ സ്വർഗ സജ്ജീഭവ മഹാദ്യുതേ. അല്ലയോ അർജുന, നീ ചെയ്യേണ്ടത് ദേവകാര്യമാണ്. ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലേണ്ടത് അത് അസുരഹത്യ തന്നെയാണ്, അസുരന്മാരെ ജയിക്കാനുള്ള വഴിയാണ്. അവർ അസുരന്മാരുടെ പ്രതീകങ്ങളാണ്, നീ ദേവന്മാരുടെ പ്രതീകമാണ്, പ്രതിനിധിയാണ്. നീ ആ ധാർത്തരാഷ്ട്രന്മാരെ കൊന്ന് ദേവകാര്യം ചെയ്യണം. അതുകൊണ്ട് അതിനുവേണ്ടി നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിനക്ക് സ്വർഗത്തിൽ വരാൻ സാധിക്കും, അതിന് തയ്യാറായി നിൽക്കുക, മാതൃ തേരുമായിട്ട് നിന്നെ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞു. ഈ ദേവന്മാരൊക്കെ തന്നെ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. പാർത്ഥൻ അവരെ വാഗ്ഭിരദ്ഭി പൂജയാമാസ, വാക്കുകൾ കൊണ്ടും ജലം കൊണ്ടും പൂജ ചെയ്തു. ഉള്ളത് കൊണ്ട് പൂജിക്കുക എന്നാണ്. ആ പർവ്വത ഗഹുരത്തിൽ അല്ലെങ്കിൽ ആ പർവ്വത ശിഖരത്തിൽ എങ്ങനെയാണ് മറ്റ് പൂജ ചെയ്യുക? ജലം കൊണ്ടും വാക്കുകൊണ്ടും അവർക്ക് ദേവന്മാർക്ക് അദ്ദേഹം പൂജ ചെയ്തു. അദ്ദേഹം ആ മര്യാദ മറന്നില്ല. കൃതാസ്ത്രമഥ ചാത്മാനം സമേനെ പൂർണ്ണമാനസം, എല്ലാ അസ്ത്രങ്ങളും തനിക്ക് കിട്ടി. പൂർണ്ണ തൃപ്തിയോടുകൂടി അർജുനൻ അവിടെ ഇരുന്നു. ദേവന്മാർ പോയി. അപ്പോഴാണ് അതാ മാതലി, ഇന്ദ്രൻ്റെ സാരഥിയായ മാതലി ഇന്ദ്രൻ്റെ രഥവുമായിട്ട് അവിടെ എഴുന്നള്ളുകയാണ്. അനേകം ഗതകൾ, വാളുകൾ, പ്രാസങ്ങൾ, മുദ്ഗരങ്ങൾ, വിദ്യുത്, അശനികൾ, ചക്രങ്ങളൊക്കെ ഘടിപ്പിച്ചതായ അതിഗംഭീരമായിട്ടുള്ള വലിയ ഒരു രഥമാണ്. അതിൽ 10,000 ആനകളാണ് ആ രഥത്തെ വലിക്കുന്നത്. അതിവേഗത്തിൽ, വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന രഥമായിരുന്നു അത്. അതിൽ നീലവർണാഭമായ ഇന്ദ്രധ്വജം പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. അതിന് സ്വർണ്ണഭൂഷണങ്ങൾ അണിഞ്ഞ ആ ഇന്ദ്രധ്വജം കണ്ട് അർജുനൻ വിസ്മയിച്ചു പോയി എന്നാണ്. അർജുനൻ മാതലിയെ നമസ്കരിച്ചു. മാതലി ഇറങ്ങി വന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഇന്ദ്രസോനോ, ഇന്ദ്രപുത്ര, ഇന്ദ്രനും ദേവന്മാരും, ഇന്ദ്രൻ അങ്ങയെ കാത്തിരിക്കുകയാണ്, ദേവന്മാരും ഋഷിമാരും അദ്ദേഹത്തിന് കൂടെയുണ്ട്, എല്ലാവരും അങ്ങയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അങ്ങ് രഥത്തിൽ കയറിയാലും എന്ന് പറഞ്ഞു. അർജുനൻ അദ്ദേഹത്തെ നമസ്കരിച്ച് പറഞ്ഞു, മാതലെ, അങ്ങ് ആദ്യം കയറൂ, ഈ രഥം ദിവ്യമായ രഥമാണ്. 100 അശ്വമേധങ്ങൾ, രാജസൂയങ്ങളൊക്കെ കഴിച്ച രാജാക്കന്മാർക്ക് മാത്രമേ ഈ രഥത്തിൽ കയറാൻ പോയിട്ട് സ്പർശിക്കാൻ പോലും സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ദർശനം കിട്ടണമെങ്കിൽ പോലും അത്തരം യാഗങ്ങൾ ചെയ്യണം. 100 അശ്വമേധങ്ങളും രാജസൂയങ്ങളും ചെയ്തവർക്ക് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ. രാജാക്കന്മാർക്കും ദേവന്മാർക്കും സാധാരണക്കാർക്ക് കയറാൻ പറ്റാത്ത രഥമാണിത്. നാദപ്ത തപസാശക്യ ഏഷ ദിവ്യോ മഹാരഥ ദ്രഷ്ടും വാപ്യഥവാ സ്പൃഷ്ടുമാരോടും കുത ഏവച, കാണാൻ പോലും സാധിക്കില്ല അല്ലാത്തവർക്ക് എന്നാണ്. അതുകൊണ്ട് ആ ദിവ്യമായ രഥത്തിൽ അങ്ങ് ആദ്യം കയറി കുതിരകളെ നിയന്ത്രിക്കൂ, ഞാൻ അതിനുശേഷം കയറാമെന്ന് പറഞ്ഞു. മാതലി ആദ്യം കയറി കുതിരകളെ പിടിച്ചു. അതിനുശേഷം അർജുനൻ അതിൽ വലതുകാലം വെച്ച് കയറി. അതിനു മുമ്പ് അദ്ദേഹം ഗംഗാസ്നാനം ചെയ്തു, ശരീരം ശുദ്ധി വരുത്തി, മന്ത്രജപം ചെയ്തു, പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു. ഏത് കാര്യത്തിനും ആ ഒരു മംഗളാചരണം ചെയ്യണം. ഏത് കാര്യം ചെയ്യുമ്പോഴും പിതൃക്കളെ സ്മരിക്കണം, ദേവന്മാരെ സ്മരിക്കണം, ശരീരശുദ്ധി വരുത്തണം, മനഃശുദ്ധി വരുത്തണം, മന്ത്രം കൊണ്ട് മനഃശുദ്ധി വരുത്തണം, സ്നാനം കൊണ്ട്, തീർത്ഥസ്നാനം കൊണ്ട് ശരീരശുദ്ധി വരുത്തുക. ഇതൊക്കെ ഓരോ സന്ദർഭങ്ങളിലും അർജുനൻ ധർമ്മത്തെ മറക്കാതെ പിന്തുടരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് അദ്ദേഹം തൊട്ടടുത്തുള്ള മന്ദരപർവ്വതത്തെ സ്തുതിച്ചു. മന്ദരപർവ്വതം ശൈലരാജനാണ്, പർവ്വതങ്ങളുടെ രാജാവാണ് എന്നാണ് അറിയപ്പെടുന്നത്. ദേവന്മാർക്ക് അമൃതമൊക്കെ മഥനം ചെയ്ത് കൊടുത്ത പർവ്വതമാണ്. ആ മന്ദരപർവ്വതത്തെ സ്തുതിക്കുന്ന 7 ശ്ലോകങ്ങളുണ്ട്, മനോഹരമായ ശ്ലോകങ്ങൾ. അപ്പോൾ ആ പർവ്വതം പോലും ഈശ്വര ചൈതന്യമാണ്. കാടും പർവ്വതവും വൃക്ഷങ്ങളൊക്കെ ഈശ്വര ചൈതന്യമാണ് എന്ന് മഹാഭാരതം നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ ആ പ്രകൃതിയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം രഥത്തിൽ കയറി. ഊർധ്വഗതി, മുകളിലോട്ട് ആ രഥം അതിവേഗത്തിൽ ഇങ്ങനെ പാഞ്ഞു കയറി. സൂര്യസോമ മണ്ഡലങ്ങളെയൊക്കെ അതിക്രമിച്ചുകൊണ്ട്, അവരുടെ പ്രകാശം പോലും എത്താത്ത നക്ഷത്ര മണ്ഡലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട്, അവിടങ്ങളിലൊക്കെ തന്നെ നിരവധി രാജർഷിമാർ അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു എന്നാണ്. യുദ്ധത്തിൽ ജയിച്ച് വീരമൃത്യു പ്രാപിച്ച രാജാക്കന്മാരും പുണ്യങ്ങൾ കൊണ്ടും സ്വതപസ്സുകൊണ്ടും സ്വർഗലോകം പൂകിയ രാജാക്കന്മാർ അവിടെ ഇവിടെ നിന്നുകൊണ്ട് അർജുനനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ഐരാവതം കണ്ടു. ഐരാവതം കൈലാസ ശൃംഗത്തിന് തുല്യമായ വലുപ്പമുള്ള ഐരാവതവും അവിടെ ഉണ്ടായിരുന്നു. സൗഗന്ധിക പുഷ്പത്തിൻ്റെ ഗന്ധം അവിടെയൊക്കെ തന്നെ പരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. സ്വർഗത്തിൽ അതിൻ്റെ പ്രവേശനം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ആ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാനുള്ള യോഗ്യത എന്താണ് അത് പറയുന്നുണ്ട്. നാദപ്ത തപസാ ശക്യോ ദ്രഷ്ടും നാനാഹിതാഗ്നിന സ ലോക പുണ്യകർത്തൃണാം നാവയുദ്ധേ പരാങ്മുഖൈ. തപസ് ചെയ്യാത്തവർക്ക് പറ്റില്ല, ആഹിതാഗ്നികൾക്കേ സാധിക്കുകയുള്ളൂ. അഗ്നിഹോത്രം ചെയ്യാത്തവർക്ക് അവിടെ പ്രവേശനമില്ല, പുണ്യം ചെയ്യാത്തവർക്ക് അവിടെ പ്രവേശനമില്ല, യുദ്ധത്തിൽ തോറ്റു ഓടുന്നവർക്ക് പ്രവേശനമില്ല. നായജ്വഭി ആവ്രതികൈ വേദശ്രുതിവർജിതൈ. യാഗം ചെയ്യാത്തവർക്ക് അവിടെ പ്രവേശനമില്ല, വ്രതമെടുക്കാത്തവർക്ക് പ്രവേശനമില്ല, വേദശ്രുതികളെ സ്വീകരിക്കാത്തവൻ, വേദം പഠിക്കാത്തവർക്ക് അവിടെ പ്രവേശനമില്ല. നാനാപ്പുഴുതാംഗൈ തീർത്ഥേഷു. തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാത്തവന് അവിടെ പ്രവേശനമില്ല. യജ്ഞദാന ബഹിഷ്കൃതൈ. യജ്ഞം ദാനം മുതലായവ ചെയ്യാൻ യോഗ്യതയില്ലാത്ത ആളുകൾക്കും അവിടെ പ്രവേശനമില്ല. നാപി യജ്ഞഹനൈ ക്ഷുദ്രൈ ദ്രഷ്ടും ശക്യ കഥഞ്ചന പാനപൈർഗുരുതൽപൈശ്ച മാംസാദൈർവാ ദുരാത്മഭി. യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്നവർക്കും ക്ഷുദ്രന്മാർക്കും ഈ ലോകം കാണാൻ സാധിക്കുകയില്ല. അതുപോലെ മദ്യപാനം ചെയ്യുന്നവർക്ക് ഗുരുതൽപ്പം, ഗുരുദാരത്തെ പ്രാപിക്കുന്നവന്, വ്യഭിചരിക്കുന്നവന് സാധിക്കില്ല. മാംസം കഴിക്കുന്നവന് അവിടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ക്ഷത്രിയന്മാർ മാംസം കഴിക്കാറില്ലേ എന്നാണെങ്കിൽ, ക്ഷത്രിയന്മാർ ധർമ്മിഷ്ഠന്മാരായ ക്ഷത്രിയന്മാർ മദ്യം, മാംസം മുതലായവ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ദേവന്മാർക്ക് തർപ്പണം ചെയ്യും, അഗ്നിയിൽ ഹവനം ചെയ്യും. ദേവന്മാർക്ക് വേണ്ടി ഹോമം ചെയ്ത് അതിൻ്റെ ഹോമാവശിഷ്ടമായിട്ട് മാത്രമേ അവർ മാംസം ആശിക്കുകയുള്ളൂ എന്നാണ്. അല്ലാതെ ഉള്ളതൊക്കെ തന്നെ പാപമാണ്. അത് ശരിക്കും ഒരു വിഷം കഴിക്കുന്നത് പോലെയാണ്. അല്ലാത്തത് അമൃതമായി മാറും. ദേവന്മാർക്ക് സമർപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ അന്നം അമൃതമയമായി മാറുന്നത് എന്നാണ്. അങ്ങനെയുള്ള പുണ്യം ചെയ്തവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ശ്രീരാമചന്ദ്രൻ ആ ശൂദ്രനായ ശംഭൂകനെ, അദ്ദേഹം ഊർധ്വശിഖനായിട്ട് തലകീഴായിട്ട് തപസ് ചെയ്യുന്ന ശംഭൂകനെ വധിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. അദ്ദേഹം ശൂദ്രനാണ് എന്ന് പറഞ്ഞു. ശൂദ്രനാകുമ്പോൾ അദ്ദേഹം വേദം പഠിച്ചിട്ടില്ല, ദാനം ചെയ്തിട്ടില്ല, യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല, വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ശൂദ്രനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വധ്യനായത്. അദ്ദേഹത്തിൻ്റെ ആ ഘോരമായ ആസുരമായ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ബ്രാഹ്മണ ശിശു മരിച്ചുപോയത്. ആ ശൂദ്രനെ കൊന്നപ്പോൾ, രാമൻ കൊന്ന സമയത്ത് ആ മരിച്ചുപോയ ബ്രാഹ്മണ ബാലൻ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ ആ ശൂദ്രൻ്റെ തപസ് പ്രകൃതിക്ക് വിഘാതമായിരുന്നു. പ്രകൃതിയിൽ പ്രാണികൾക്ക് ജീവിതം അസാധ്യമായി തീർന്നു ആ തപസ് കൊണ്ട്. കാരണം അത് ശാസ്ത്രീയമല്ല, അത് മര്യാദാലംഘനമാണ്. സാമൂഹ്യ മര്യാദകളും പ്രാപഞ്ചിക മര്യാദകളുടെയും ലംഘനമായിരുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും പുണ്യകർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾക്ക് ചെയ്തവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കേവലം ഒരു തപസ് ചെയ്തിട്ട്, ഘോരമായ തപസ് ചെയ്തിട്ട് ഉടലോടെ സ്വർഗത്തിൽ പോകാമെന്ന് ആഗ്രഹിക്കുന്നത് വ്യാമോഹമാണ്. അത് പ്രകൃതി വിരുദ്ധമാണ്, പ്രപഞ്ചവിരുദ്ധമാണ്, അധർമ്മമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ആ ലോകത്തിൽ എങ്ങനെ അർജുനന് പോകാൻ സാധിച്ചു? അർജുനൻ തൻ്റെ യോഗശക്തി കൊണ്ട്, നിരന്തരമായ ഈശ്വരോപാസന കൊണ്ടും ശ്രീകൃഷ്ണാനുഗ്രഹം കൊണ്ടും തപസ്സുകൊണ്ടും സ്വധർമ്മപാലനം കൊണ്ടും അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത കൈവന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ പുണ്യലോകത്തിൽ അദ്ദേഹം ചെല്ലുന്നു. പുണ്യഗന്ധങ്ങളോട് പുണ്യലേപനങ്ങൾ ചെയ്ത അപ്സരസുകളും ഗന്ധർവന്മാരും വിലസുന്ന അവിടെ ദിലീപൻ മുതലായിട്ടുള്ള സൂര്യവംശ രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ എന്നാണ് പറയുന്നത്. തുമ്പുരു, നാരദൻ മുതലായ മഹർഷിമാരുണ്ടായിരുന്നു. ഹഹ, ഹുഹു തുടങ്ങിയ ഗന്ധർവ പ്രമുഖന്മാരവിടെ ഉണ്ടായിരുന്നു. ഇന്ദ്രനും അവിടെ ഉണ്ടായിരുന്നു. ആ ഇന്ദ്രൻ്റെ മുന്നിൽ അദ്ദേഹം തേരിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹത്തെ നമസ്കരിച്ചു. ഇന്ദ്രൻ അദ്ദേഹത്തെ തൻ്റെ സചൈനം വൃത്തപീനാഭ്യാം ബാഹുഭ്യാം പ്രത്യഗൃഹത. വൃത്തപീനങ്ങളായ തടിച്ചു കൊഴുത്ത ഉരുണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈകളെ കൊണ്ട് അർജുനനെ ആലിംഗനം ചെയ്തു, നെഞ്ചോട് ചേർത്തു, മൂർധാവിൽ ഘ്രാണം ചെയ്തു. മടിയിലിരുത്തി അർജുനനെ. ഇന്ദ്രൻ്റെ മടിയിലിരുന്നു അദ്ദേഹം. ഇന്ദ്രൻ്റെ അധ്യാസനത്തിൽ അദ്ദേഹം ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. സഹസ്രാക്ഷ നിയോഗാത്സ പാർത്ഥ ശക്രാസനം ഗത. ആ സഹസ്രാക്ഷൻ്റെ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് അദ്ദേഹത്തിന് ശക്രാസനം, ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ അദ്ദേഹം ഇരുന്നു എന്നുള്ളതാണ് അർജുനൻ്റെ മഹാത്മ്യം. അർജുനൻ ദേവതുല്യനാണ് എന്ന് പറയുകയാണ് ഇവിടെ. അധ്യക്രാമത് അമേയാത്മാ ദ്വിതീയ ഇവ വാസവാപ. രണ്ടാമതൊരു ഇന്ദ്രനെപ്പോലെ അദ്ദേഹം ആ ഇന്ദ്രൻ്റെ മടിയിൽ, ഇന്ദ്രസിംഹാസനത്തിൽ അദ്ദേഹം ശോഭിച്ചു എന്നാണ്. അപ്പോൾ അർജുനൻ സാധാരണക്കാരനല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അർജുനന് ആണോ കർണനാണോ കൂടുതൽ ബലം, കൂടുതൽ ശൗര്യം, കൂടുതൽ തേജസ് എന്ന് ചിന്തിക്കുമ്പോൾ മഹാഭാരതം പഠിക്കാത്തവരാണ് കർണനെ പുകഴ്ത്തുന്നത്. അർജുനൻ ദേവതാംശമാണ്.
ഉടലോടെ സ്വർഗത്തിൽ ചെന്ന് ഇന്ദ്രൻ്റെ അധ്യാസനത്തിൽ ഇരിക്കാൻ സാധിച്ച മഹാനുഭാവനാണ്, തപസ്സുകൊണ്ടും തപപ്രഭാവനാണ്, യോഗപ്രഭാവനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ അർജുനനെ തോൽപ്പിക്കാൻ, അർജുനൻ ജയിക്കാൻ കർണന് മാത്രമല്ല ഈ ശ്രീകൃഷ്ണനെ ഒഴിച്ച് അവിടെ ആർക്കും സാധിക്കുമായിരുന്നില്ല. അതാണ് സത്യം. ശ്രീകൃഷ്ണൻ്റെ തന്നെ ചൈതന്യമാണ്, നരമഹർഷിയാണ് അദ്ദേഹം. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം മനുഷ്യനായിട്ട് അവതരിച്ച ദേവതാ സ്വരൂപമാണ് അർജുനൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തലോടി, കവളിലും മറ്റും തലോടി, കയ്യിലടിച്ചു. നിർനിമേഷനായിട്ട് ഇമവെട്ടാതെ അദ്ദേഹത്തിനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇന്ദ്രന് തൃപ്തി വന്നില്ല അർജുനനെ കണ്ടിട്ട് എന്നാണ്. തുടർന്ന് അവിടെ ആ സഭയിൽ അതിമനോഹരമായ നൃത്തങ്ങളും പാട്ടുമുണ്ടായി. ഘൃതാചി മേനക രംഭ പൂർവജത്തെ സ്വയംപ്രഭ ഉർവശി മിത്രകേശീജ ദണ്ഡഗൗരി വരൂധിനി മുതലായിട്ടുള്ള നിരവധി അപ്സരസ്സുകളുടെ നൃത്തം, അനേകം അപ്സരസ്സുകളുടെ പേര് പറയുന്നുണ്ട്. അവരുടെ നൃത്തമുണ്ടായി. അതൊക്കെ കണ്ടുകൊണ്ട് ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഗന്ധർവന്മാരും അപ്സരസ്സുകളും ചേർന്ന് അർജുനന് അർഘ്യം, പാദ്യം മുതലായ കാര്യങ്ങൾ ചെയ്ത് സ്വീകരിച്ചു, അർച്ചനകൾ ചെയ്തു. ശക്രൻ അദ്ദേഹത്തിന് തൻ്റെ വജ്രായുധവും നൽകി, ആർക്കും തടക്കാൻ പറ്റാത്ത വജ്രായുധം നൽകി അനുഗ്രഹിച്ചു. ഇന്ദ്രപുരിയിൽ അദ്ദേഹം 5 വർഷം താമസിച്ചു. തൻ്റെ സഹോദരന്മാർ, കാട്ടിൽ കഴിയുന്ന സഹോദരന്മാരെ എന്നും സ്മരിച്ചുകൊണ്ടും അവരുടെ ദുഃഖത്തെ ഓർത്തുകൊണ്ട് അധികം സന്തോഷമില്ലാതെയാണെങ്കിലും അദ്ദേഹം ഒരു കർത്തവ്യം എന്ന നിലയിൽ ശക്രപുരി, ഇന്ദ്രപുരിയിൽ 5 വർഷം 12 വർഷം കാട്ടിൽ കഴിയുന്ന പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ തൻ്റെ സ്വന്തം തപപ്രഭാവം കൊണ്ട്, യോഗശക്തി കൊണ്ട് അർജുനൻ 5 വർഷം താമസിച്ചത് ഇന്ദ്രപുരിയിലെ സ്വർഗത്തിലായിരുന്നു. അവിടെ അദ്ദേഹം സസുഖം കഴിയുകയാണ്. തുടർന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന അത്ഭുതകരമായ അനുഭവങ്ങളും ദിവ്യമായ അനുഭവങ്ങളും അതുപോലെ അനുഗ്രഹങ്ങളും ഒക്കെ എന്താണ് എന്ന് തുടർന്ന് നമുക്ക് കാണാം.